സൂപ്പർ 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 സൂപ്പർ. കിട്ടില്ല ഐസ്ക്രീം, കിട്ടില്ല ഐസ്ക്രീം. ഈ ഐസ്ക്രീം ഇങ്ങനെ നക്കി തിന്നാൻ നേരത്തെ എന്നാ ടേസ്റ്റാന്നറിയാവോ? സായിപ്പേ, ഇവിടെ വാളും പരിചയം കൊണ്ട് യുദ്ധം നടക്കുമല്ല, ഞാൻ ഐസ്ക്രീം ചപ്പിക്കൊണ്ടിരിക്കുവായിരുന്നു. ഹായ് സായിപ്പ്, ടാറ്റാ. ഹലോ ഹലോ, അയ്യോ സത്യമായിട്ടും ഞാൻ കള്ളു കുടിച്ചിട്ടില്ലെന്ന്. ഇത് കള്ളു കുടിച്ചിട്ട് ഞാൻ മദ്യപിക്കാറില്ല. സംഭവം എന്താണെന്നറിയാമോ? ഐസ്ക്രീം നക്കി 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 നാക്ക് മരവിച്ചു പോയതാ. ഒരു സെക്കൻഡ്. ഹലോ, ഇപ്പൊ ക്ലിയർ ആയിട്ടല്ലേ സംസാരിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഞാനാണ് പ്രധാന ജൂറി. ഫിലിം ഫെസ്റ്റിവൽ ഗോവയിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അപ്പൊ ഞാനാണ് മെയിൻ ജൂറി. രാവിലെ തന്നെ ഷോ കഴിഞ്ഞു, ഉച്ചക്ക് നമുക്കൊരു ഇന്റർവെൽ സമയം കിട്ടിയിരിക്കുവാണ്. അപ്പൊ ഞാൻ ഈ ഗോവൻ ബീച്ചിൽ വന്നിട്ട് ഒന്ന് ആസ്വദിക്കാമെന്ന് കരുതി. 10 ദിവസമായിട്ട് നമ്മൾ ഈ ഇതെന്ന് പറഞ്ഞോണ്ട് നിൽക്കുവാണല്ലോ, ഈ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞോണ്ട്. ഇനിയിപ്പോ എന്തായാലും ഞങ്ങള് പനാജിയിൽ വെച്ചിട്ട് ഞാനും മൊനാജിയും കൂടെ രാത്രി മദ്യപാനം ഇല്ല, നമ്മുടെ ഷാമ്പെയിൻ ഉണ്ടല്ലോ, മദ്യക്കുപ്പിക്കകത്ത് ഇങ്ങനെ വീർപ്പ് മുട്ടി നിൽക്കുന്ന സംഭവം, അത് നമ്മള് പൊട്ടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്ത് ചീറ്റിച്ച് കളിക്കും. അതാണ് എനിക്ക് ലഹരി. ഓക്കെ, ഞങ്ങളുടെ പിന്നെ ഫിലിം ഫെസ്റ്റിവൽ കാണാൻ ഇടയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങും കേട്ടോ, ഇങ്ങോട്ടൊന്ന് വരണം. ഓക്കെ ഓക്കെ, താങ്ക് യു. ഈ ഗോവ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ നമ്മൾ സിനിമയുടെ പല മൂല്യച്യോദ്യങ്ങളും നമ്മൾ ചിന്തിക്കാറുണ്ട്. എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് നിങ്ങൾ ഇതിന് മാർക്കിടുന്നത്? പക്ഷെ നമ്മൾ ചിന്തിക്കണം, സിനിമ എന്ന് പറയുന്നതിന് അതിന്റെ വ്യത്യസ്ത തലങ്ങളിലൂടെ കടന്ന് അതിന്റെ മാർഗരേഖകളൊക്കെ ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഇതിന്റെ മാർക്കും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട്. അയ്യോ, എന്ത് രസമുള്ള പരിപാടിയാണെന്നറിയാമോ? ഇവിടെ ഈ മാർക്കിടാൻ വന്ന സമയം തൊട്ട് നിങ്ങളെ ഞാൻ തിരക്കുവാണ്. ഞാൻ കണ്ടിട്ടില്ല. അല്ല സാറിന് ഞാൻ ഉച്ചയ്ക്ക് അവിടെ നോക്കിയിട്ട് കണ്ടില്ല. ഞാൻ അവിടെ നോക്കിയിട്ട് നിങ്ങളെ കണ്ടില്ല. ഞാൻ ഒരു പടം കണ്ടിട്ട് വിമർശിക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ എന്തിനാണ് ഈ സിനിമകളെ ഇങ്ങനെ വിമർശിക്കുന്നത്? ഞാനൊരു വിമർശകനാണ്, ഒരു സിനിമ വിമർശകനാണ്, ഒരു സിനിമ ചിന്തകനാണ്. എനിക്ക് വിമർശിച്ചേ പറ്റത്തുള്ളൂ. അതെന്തിനാ വിമർശിക്കുന്നത്? വിമർശിച്ചാതിരുന്നു കഴിഞ്ഞാൽ എനിക്ക് നിവൃത്തിയില്ല. കാരണം ഞാൻ രാത്രി കിടക്കാൻ നേരത്ത് ഒന്ന് വിമർശിക്കും, നേരം വെളുക്കുമ്പോൾ ഒന്ന് വിമർശിക്കും, ആരെ കണ്ടാലും ഞാൻ വിമർശിക്കും. എനിക്ക് ആ വിമർശിക്കാനേ പറ്റത്തുള്ളൂ. എനിക്ക് സത്യം പറഞ്ഞ ഈ വിമർശകരെ അത്ര ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. നിങ്ങൾ തന്നെ ചിന്തിക്കട്ടെ, ഇപ്പൊ തന്നെ നമ്മുടെ ഈ രാവിലെ ഒരു 8:35 ഒരു പടം ഉണ്ടായിരുന്നു. 8:35 ഒരു ചൈനീസ് പടം. എന്തായിരുന്നു അതിന്റെ കഥ? സത്യം പറഞ്ഞാൽ ഞാൻ അതിന് മാർക്കിടാൻ മറന്നുപോയി. സത്യം പറഞ്ഞാൽ ഭയങ്കര ഇതായിരുന്നു. പിന്നെ വണ്ടർഫുൾ ഓഫ് ദ ഓസം. ഞാൻ കണ്ടിരുന്നു. എന്തായിരുന്നത്? എനിക്ക് മനസ്സിലായില്ല പടം. എനിക്ക് മനസ്സിലായില്ല പടം. എന്റെ കൊണന്തിരക്കാരനോട് ഞാൻ പറഞ്ഞു, ചൈന ഭാഷയൊന്നും എനിക്ക് മനസ്സിലാകത്തില്ല. ഞാൻ ചുമ്മാ കണ്ടോണ്ടിരിക്കുവായിരുന്നു. എടാ, അത് മനസ്സിലായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കാട്ടായിട്ട് അതിന്റെ സബ് ടൈറ്റിൽ മലയാളത്തിൽ അവിടെ എഴുതി കാണിക്കുന്നത്. മലയാളത്തിൽ താരക്കട പോവാ കൊക്കുമുണ്ടി മില നോക്കുന്ന പോലെ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എനിക്ക് വായിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. എടോ, അതാണോ അത്? ആ ചൈനീസ് സിനിമ അതിന്റെ ഇതിവൃത്തം പോട്ടെ. ഒരു 11-30 ഒരു കൊറിയൻ പടം പ്രദർശിപ്പിച്ചില്ലായിരുന്നു? ഏടിലം പടമല്ലായിരുന്നു, ഒരു ചൊറിയാൻ പാടം. എന്താ എന്തിരിക്കുന്നു ആ സിനിമ? ഇറ്റാലിയൻ ഗാർബയെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഇറ്റാലിയൻ മാർബിളിനെ കുറിച്ച് നല്ല അഭിപ്രായം. നല്ല ബ്ലിങ്കാതിരിക്കുന്നു. അതാണോ റോബർട്ട് ക്രൂയിസിന്റെ ഇറ്റാലിയൻ ഗാർബെ? നിങ്ങൾക്ക് സിനിമയെ കുറിച്ച് അറിഞ്ഞൂടാ, അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്. നിങ്ങൾ വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ പിടിക്കാൻ കുറച്ച് അതിനാ? അല്ല സാർ കൈ അടക്കാൻ ഞാൻ പിടിക്കാം. കൈ അടക്കാട്ട് ഇതെന്റെ കുഞ്ഞൊന്നും അല്ലല്ലോ, ഐസ്ക്രീം അല്ലേ? ഞാൻ പിടിക്കാതെ നിനക്ക് വേണമെങ്കിൽ അവിടെ 10 രൂപ കിട്ടും, പോയി മേടിച്ചു. 10 രൂപയ്ക്ക് വാങ്ങിച്ചാൽ ഭയങ്കര നഷ്ടമാണ്. പെട്ടെന്ന് തീരും അത്. എന്റെ ഫോണിൽ എത്ര ശതമാനം ചാർജ് ഉണ്ട്? 75%. ഇതിന്റെ ഒരു ഫോട്ടോ എടുത്തു പോയി, എന്നിട്ട് 75% ചാർജ് തീരുന്നവർ അതിനെ നാക്കിക്കൊട്ടി. അല്ല പിന്നെ എനിക്ക് തരാം, കാശ് കൊടുത്ത് മേടിക്കണം. കാശ് കൊടുത്തൊക്കെ ഞാൻ മാറ്റോളാം. സാറ് ഭയങ്കര സിനിമയുടെ ജൂറി ഭയങ്കര അതൊക്കെ പറഞ്ഞായിരുന്നല്ലോ. ഞാൻ ഒരുപാട് മലയാള സിനിമകളും കാര്യങ്ങളൊക്കെ കാണുന്നതാണ്. ഞാൻ പറഞ്ഞേ, നമ്മൾ ഈ മലയാള സിനിമ അതാണ് നമ്മൾ അറിയുന്നത്. സിനിമയുടെ മൂല്യച്യോദ്യം ഉണ്ടല്ലോ, അതിന്റെ ഉയരങ്ങളിലേക്ക് നമ്മൾ പോകണം. എവിടെ മൂല്യച്യോദ്യം? എവിടെ മലയാള സിനിമയുടെ പോക്കെങ്കോട്ടാ? മലയാള സിനിമയുടെ പോക്കെങ്കോട്ടാ? പറ മലയാള സിനിമയുടെ പോക്കെങ്കോട്ടാ? മലയാള സിനിമയുടെ പോക്ക് അവിടെ നിൽക്കട്ടെ, നീ ഇതെങ്ങോട്ടാ കയറിപ്പോ? വലിയ ജൂറി എന്നൊക്കെ പറഞ്ഞില്ല. ഞാൻ ജൂറി എന്ന് പറഞ്ഞിട്ട് നീ എന്തിനാണ് നീ അങ്ങോട്ടാണ് കയറിപ്പോണം? സാറേ, സിനിമകൾ ഒരുപാട് ഞാൻ കാണുന്നതാ. എന്തോ സിനിമയുടെ ഇതിവൃത്തങ്ങളെ നശിപ്പിച്ചുകൊണ്ടാണ് ചില കഥകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നീ ഏത് കഥകളാണ് പോയിക്കൊണ്ടെന്ന് പറയണത്? നമ്മുടെ രാമദാസ് സാറിന്റെ വൺ ഓഫ് ദ ഫേമസ് ഡയറക്ടർ. സാറിന്റെ പടം ഒരു മേക്കിംഗ് ആണത്. എന്നെ വിളിച്ച് പറഞ്ഞു, എടാ നീ ഇപ്പൊ എന്ത് കാണണമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ ഇല്ലായിരുന്നില്ല, ഞാൻ അങ്ങ് ഡൽഹിയിലല്ലായിരുന്നു. ഞാൻ ഡൽഹിയിൽ നിന്ന് നേരെ പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയായിരുന്നു. പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ട് മറ്റേ
പടം ഒക്കെ ഉണ്ട്. യൂനെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടില്ലേ? പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. ആ അവിടെ അങ്ങനാണ് എഴുതിയേക്കുന്നേ. ഇല്ലല്ലോ. ഞാൻ ചെന്നപ്പോ മതിലെ പായൽ പിടിച്ചേക്കാറ് അതാ തിരിയാ. എന്നിട്ട് ഞാൻ ഈ സാറ് പറഞ്ഞ് പോയി പടം കാണാന്ന് പറഞ്ഞിട്ട് ഞാൻ തിയേറ്ററിൽ പോയി, എറണാകുളത്ത് തിയേറ്ററിൽ പോയി. തിയേറ്ററിൽ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പടം അങ്ങ് തുടങ്ങി. പടം തുടങ്ങി ഞാൻ കയറി കാണാതിരിക്കാൻ പറ്റും. സാറ് വിളിച്ച് പറഞ്ഞല്ലടാ നീ പോയി, കാരണം നിന്റെ ഒരു വിമർശനം ഈ പടത്തിന് ആവശ്യമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയി ചെന്ന് കയറിയപ്പോഴത്തേന് പടം അങ്ങ് തുടങ്ങി. എന്നിട്ട് ഞാൻ ഇടയ്ക്ക് കയറിയപ്പോൾ എന്റെ സീറ്റ് കാണുന്നില്ല. ഞാൻ നടന്നു പോയി പുറകെ ഒരാളെ കൂവുക, ഇരിക്കണം എന്നിട്ട് കൂവുക. ഞാൻ പെരിഞ്ചാടി നടക്കുന്ന പോലെ അതിന്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ തപ്പി നടക്കുക, എന്റെ സീറ്റ് തപ്പി നടക്കുക. എന്റെ സാറേ ഇടവേള വരെ ആരുടെ കാലിനിടയിൽ അങ്ങോട്ടൊക്കെ ഇരുന്ന് ഞാൻ ഒരു ചെവിക്കടക്കടായി സിനിമ കണ്ടത്. ഇടവേള വരെ ഞാൻ പ്രാർത്ഥിച്ചു, മറ്റേ പുള്ളി ചരിയല്ലേ എനിക്ക് സിനിമ കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അയ്യോ, ഇടവേളയ്ക്ക് ലൈറ്റ് വീണ് ഞാൻ വെളിയിൽ ഇറങ്ങി വന്നിട്ട് ഞാൻ സിനിമ അങ്ങ് വിമർശിച്ചു. സിനിമ കൊള്ളത്തില്ലെന്ന് പറഞ്ഞു. ഇടവേള വരെ കാണാൻ കൊള്ളത്തുള്ളൂ, ബാക്കി കൊള്ളത്തില്ലെന്ന് വിമർശിച്ചു. എന്തോ വർത്താനുള്ളൂ. നീ ആ സിനിമ കാണാതെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞിട്ട് വിമർശിക്കേണ്ട വല്ലോ. എന്റെ സീറ്റ് നഷ്ടപ്പെട്ടില്ലേ അവിടെ? എന്റെ സീറ്റ് കാണാൻ പടം കണ്ടില്ല. പടത്തിന് സീറ്റ് കിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ആ സിനിമ കൊള്ളത്തില്ലെന്നാണ് പറയേണ്ടത്. സിനിമ കണ്ടിട്ട് അതിന് വിമർശനം ചെയ്തത് തെറ്റാന്നോ? വിമർശിച്ചാലേ എന്നും നന്നാവത്തുള്ളൂ. കഴിഞ്ഞിടയ്ക്ക് തന്നെ ഒരു പടം കാണാൻ പോയി, രംഗമാണി സാറിന്റെ പടം. രംഗമാണി സാർ 2.5 മണിക്കൂർ ആ പടം. ആ പടം തുടങ്ങിയപ്പോ കേറിയപ്പോ ഞാൻ 60 രൂപയുടെ ഒരു പോപ്കോൺ വാങ്ങിച്ചു. ഓക്കെ, ഈ പടം തീർന്നിട്ട് ഈ പോപ്കോൺ തീരുന്നില്ല. അതെന്നാ? ഞാനിത് തിന്നോണ്ടിരിക്കും അവസാനം പടം തീർന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പുറത്ത് ആളില്ലായിരുന്നു. സീറ്റല്ല സ്പോഞ്ച് കടിച്ചു പറിച്ച് ഞാൻ തിന്നോണ്ടിരിക്കും. പടം ഭയങ്കര മോശമായിരുന്നു. പടം മോശമായിരുന്നു. സ്പോഞ്ച് എങ്ങനെ ഉണ്ടായിരുന്നു? സ്പോഞ്ച് അടിപൊളി സ്പോഞ്ചായിരുന്നു, നല്ല കിടക്കം സ്പോഞ്ചായിരുന്നു. ഞാൻ നിന്നെ ഇതിന് എന്തുവാണ് മറുപടി പറയേണ്ടത്? എന്താ മറുപടി പറയുന്നത്? എടാ, തിയേറ്ററിൽ പോയിരുന്ന് സ്പോഞ്ചും വാരി തിന്നിട്ട് സിനിമ കൊള്ളത്തില്ലെന്ന് പറയാൻ നിനക്ക് നാണം ഉണ്ടാടാ? ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു തൂക്കണാങ്കുരുവിടെ കൂടെ നിങ്ങൾ ജൂഡോ ഐ എം ജൂഡോ ജൂഡായ കീടായ എനിക്കറിയില്ല. ഇന്ന് നടന്ന ഉച്ചയ്ക്ക് 12 മണിക്ക് നടന്ന പടത്തിനാന്ന് പറഞ്ഞു നിങ്ങൾ മാർക്കറ്റ് പോകുന്നല്ലോ, നാഷണൽ അവാർഡ് കൊടുക്കാന്ന് പറഞ്ഞു. ഈടിലെ ഫിലിം. എന്റെ ദൈവമേ, ഞാൻ ആ സിനിമ കൊണ്ട് ഞെട്ടിപ്പോയി. എന്തൊരു മേക്കിംഗ് ആണ് സത്യം പറഞ്ഞാൽ. അത് അടുത്ത വർഷം വേറെ സെക്കൻഡ് പാർട്ട് ഇറങ്ങിയാൽ ഞാൻ വീണ്ടും അതിനൊന്നും സംഭാരം കൊടുക്കും. ആ പടത്തിന് അവാർഡ് കൊടുത്തിട്ട് വന്നിരിക്കുവന്നു ഇവിടെ. അതെ, 10-200 പടം ഓടിയതിനകത്ത് ഇടയ്ക്ക് സിഗരറ്റിന്റെ പരസ്യം കാണിച്ചപ്പം പടം വന്ന് പറഞ്ഞിട്ട് മാർക്ക് കൊടുത്തിട്ട് പോകുന്നതിനാ സാറിന് തപ്പി നടക്കുക കുറെ ആൾക്കാരവിടെ. എന്തിന്? കേരളത്തിൽ നിന്ന് വന്ന ഒരു സംവിധായകന്റെ പടത്തിന് മാർക്ക് കൊടുത്തില്ല എന്നുണ്ട് നിന്നെ തൂക്കി പിടിച്ച് ഇടിക്കൂടാ റീത്തെ. നിന്നെ ഇടിക്കുമെന്നാ പറഞ്ഞേക്കുന്നത് അവിടെ. അങ്ങനെ തന്നെ ഇടിക്കാൻ പറ്റത്തൊന്നുമില്ല. എന്താ ഇടിക്കാൻ പറ്റുന്നത്? ഞാൻ ഇവിടുത്തെ പ്രധാന ജൂറിയാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ക്യാനിലേക്ക് പോവുകയാണ്. എവിടെ ക്യാൻ? ആരെങ്കിലും വെച്ച് അടച്ചു കഴിഞ്ഞാൽ ശ്വാസം പൊട്ടി ചാവുമല്ലോ. അതിരുന്ന് മണ്ണെണ്ണ മേടിക്കുന്ന ക്യാനിന്റെ കാര്യമല്ലേ പറഞ്ഞേ. ഞാൻ നേരെ ക്യാൻ ഫിലിം, അവിടെ മെയിൻ ജൂറിയായിട്ട് ഞാനല്ലേ പോണത്. നിങ്ങളൊന്ന് ഫ്ലൈറ്റിൽ കയറുന്നു, പറക്കുന്നു. മനസ്സിലായോ? ഫ്ലൈറ്റിൽ കയറി പറക്കും. ഞാൻ പറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. മനസ്സിലായോ? പറക്കുവാന്ന് പറഞ്ഞിട്ട് പിടിച്ച് കറക്കുവാന്നാ ചെയ്യുന്നത്. എന്താണ് സംഭവം? എന്താ സംഭവം? ഈ പുള്ളിയെ തിരക്കി നടന്നത് എന്നെ മനസ്സിലായ? എന്നെ പിടിച്ച് കറക്കിയാണല്ലേ? അല്ല, ഞാൻ പാടുപെട്ട് കഷ്ടപ്പെട്ടൊരു സിനിമ ഞാൻ ഇവിടെ കൊണ്ട് പ്രദർശിപ്പിച്ച്, പക്ഷെ നിങ്ങൾ ആ സിനിമ കണ്ടിട്ടില്ല. ഞാന് പകുതി ആയപ്പോഴത്തേക്ക് ആ സിനിമ ഇവര് ജനറേറ്റർ ഓഫ് ചെയ്യുകയും ചെയ്ത് ഷട്ടർ ഇടുകയും ചെയ്തു. ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞു, എന്റെ മുഖത്തൊക്കെ ആവശ്യമില്ലാത്ത പറഞ്ഞാൽ സംസാരിക്കരുത്. സുഹൃത്തെ, ഞാൻ ഇവിടുത്തെ പ്രധാന ജൂറിയാണ്. നിന്നെ ഒറ്റയടിക്കാൻ ജൂർക്കി. അല്ലാതെ നീ മണ്ണിൽ കിടന്ന് ചുരുളും. പിന്നെ ഇയാളെ ഏത് സിനിമ? ഞാൻ തന്റെ സിനിമ കണ്ടിട്ടില്ലെന്ന്. അടിപൊളി സിനിമയായിരുന്നു ആ സിനിമ, നിങ്ങൾ മൈൻഡ് ചെയ്തില്ല. എനിക്ക് ഭയങ്കര ഞാൻ ചോദിച്ചത് എനിക്ക് മനസ്സിലായി. നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുവോ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുവോ? സിനിമ എന്ന് പറയുന്നത് എന്റെ സിനിമ എന്ന് പറഞ്ഞത് ഭയങ്കരമായ ഒരു സിനിമ. ഏത് സിനിമയെന്ന്? ചതി എന്ന് പറയുന്ന സിനിമ. ചതി എപ്പോ? ഏത് ചതി? ഉച്ചക്ക് 12 മണിക്ക് 12നും 12:30 ഇടയ്ക്കായിരുന്നു അത് പ്രദർശിപ്പിച്ചത്. സംഭവം എന്താണെന്നറിയാവോ? ഇവന് സിനിമ എന്താണെന്ന് അറിഞ്ഞുകൂടാ. സിനിമക്കാരുമായിട്ട് യാതൊരു ബന്ധമില്ല. അതുകൊണ്ടാണ് ഇവൻ ഈ വർത്തമാനം ഇവിടെ വന്നിട്ട് പറയണത്. സുഹൃത്തെ, അങ്ങനെയാണ് സിനിമയായിട്ട് ബന്ധമില്ലെന്ന് പറയുന്നേ. എന്റെ ബന്ധങ്ങളെല്ലാം കിടക്കുന്ന അങ്ങ് അടൂരുമായിട്ട്. അപ്പൊ പന്തളത്ത് ആരെങ്കിലും ഉണ്ടോ? പന്തളത്ത് നിന്റെ കുഞ്ഞമ്മ 2ാം കെട്ടും കെട്ടി കിടക്കുന്നതാ. അല്ലാതെ അടൂർ എന്ന് പറയുന്നത് അടൂർ ഗോപാലകൃഷ്ണ സാർ. അടൂർ ഗോപാലകൃഷ്ണ സാറല്ല, പിന്നെ അദ്ദേഹമല്ല. പിന്നെ അടൂര് മാമനുണ്ട്, എന്റെ ഒരു മാമൻ, പാലമാമന്റെ വീട്ടിൽ നിന്നാണ് ഞാൻ ബാക്കി ഇങ്ങനെ പരിപാടികളെല്ലാം ചെയ്യുന്നത്. അപ്പം മാമനും മാമിക്കും എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവർക്ക് ഞാൻ എങ്ങനെയും രക്ഷപ്പെടണം എന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ ഇങ്ങനെ രചിക്കാൻ തുടങ്ങും. അപ്പൊ മാമി എനിക്ക് വല്ല ഇഡ്ഡലിയോ സാമ്പാറോ കൊണ്ടുവരും. ഉച്ചയാകുമ്പോഴത്തേക്ക് ഞാൻ വീണ്ടും ഇങ്ങനെ രചിച്ചുകൊണ്ടിരിക്കും. അപ്പൊ എനിക്ക് ചോറും ഇറച്ചിയും സാമ്പാറും ഒക്കെ കൊണ്ടുവരും. അത് കഴിഞ്ഞിട്ട് രാത്രി ഒരു 9 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ വീണ്ടും ഒരു രചിക്കും. അപ്പൊ എനിക്ക് പെരോട്ട ഇറച്ചി വാങ്ങിച്ചോണ്ടിരും. അപ്പൊ നീ അവിടെ രചിക്കാൻ പോയതല്ല, രുചിക്കാൻ പോയതാ. എടാ നീ രക്ഷപ്പെടുമെന്നാണ് അവര് പറയുന്നത്. ഒരിക്കലും നീ രക്ഷപ്പെടത്തില്ല. അവരെവിടെങ്കിലും പോയി രക്ഷപ്പെടാൻ പറ. ഇവന് ഞാൻ പറയട്ടെ, ഇവന് സിനിമയായിട്ട് യാതൊരു ബന്ധമില്ല. അതുകൊണ്ടാണ് ഇവൻ ഇവിടെ വന്നിട്ട് ഒരു പ്രത്യേകിച്ച് ഒരു ജൂറി അടിക്കുന്നില്ല. സിനിമയുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് പങ്കെടുക്കാനും ജനങ്ങൾക്ക് അതിന് ഒരു അവബോധം ഉണ്ടാക്കി കൊടുക്കാനും വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സിനിമയുടെ ഏറ്റവും കൂടുതൽ പശ്ചാത്തലം. ആ സിനിമ എത്ര പേര് കഷ്ടപ്പെടുന്നു, ആ സിനിമയിൽ എത്ര പേരുണ്ട്, എത്ര പേര് കാശ് മുടക്കുന്നു എന്നുള്ള ആ ഒരു പശ്ചാത്തലത്തിൽ ഉണ്ടാക്കിയെടുത്ത് ജനങ്ങളിലേക്ക് ഒരു അവബോധം ഉണ്ടാക്കിയെടുത്ത സിനിമയാണ് അപ്രപ്രാളികളിൽ പരത്തി കാണിക്കുന്നത്. എവിടെ അപ്രപ്രാളി?
അപ്രപ്ലാളി കേട്ടിട്ടില്ല? അപ്രപ്ലാളി ഇങ്ങനെ അപ്രപ്ലാളി അബ്രവാളി എന്നല്ലേ? അങ്ങനായിരുന്നു. അബ്ര നിന്റെ പേരെന്തോന്നാ പറഞ്ഞത്? എന്റെ പേരോ ഇ.കെ. സെബാസ്റ്റ്യൻ. അല്ല ഇത് EK ഫ്രസ്ട്രേഷൻ. അതൊക്കെ എല്ലാവരോടും ഭയങ്കര ഫ്രസ്ട്രേഷനാണ്. അതുകൊണ്ടാണ് ഈ വർത്താനം ഇവിടുന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. എടാ അവന് സിനിമയായിട്ട് ആരുമായിട്ടൊരു ബന്ധമില്ല. പിന്നെ ഈ ജൂറിയെ വന്ന് പരാമർശിക്കേണ്ട കാര്യമുണ്ടോ അവന്? അങ്ങനെ നിങ്ങൾ പറയരുത്. ഞാൻ കൊച്ചിലെ വീട്ടിലെഴുതുന്ന സമയത്ത് ഞാൻ ഫിലിം പിടിച്ചു തുടങ്ങിയത് അറിയോ? അവൻ പറയണ കേട്ടില്ലേ? മുട്ടിലെഴുതുന്ന സമയത്ത് കുഞ്ഞായിരുന്നപ്പോ അവൻ ഫിലിം പിടിച്ചിരുന്ന ആളാണ്. ആക്ഷൻ പറയുമ്പോ മോശം പോന്നെ ആ പ്രായത്തിൽ വിശ്വസിക്കുന്ന കാര്യങ്ങൾ പറയൂ സുഹൃത്തേ. എന്റെ എന്ന് പറഞ്ഞാൽ എന്റെ അപ്പൂപ്പനൊക്കെ സിനിമയിലുള്ള ആൾക്കാരല്ലേ. അപ്പൊ ഞാൻ കൊച്ചിലെ മുട്ടിലെഴുതുന്ന സമയത്ത് അവർ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഫിലിമിന്റെ ചെറിയ കഷ്ടങ്ങൾ കിടക്കും. ഞാൻ അതിന്റെ കയ്യിൽ പിടിക്കാറുണ്ട്. അത് കയ്യിലെടുത്ത് പിടിച്ചിട്ട് മാത്രമല്ല, അല്ലാതെ നിന്റെ അപ്പൂപ്പന് സിനിമയായിട്ട് എന്ത് വന്നോണ്ടാ അത് പറയടാ. എന്റെ അപ്പൂപ്പൻ മലയാള സിനിമയിലെ കൺട്രോളിലിരുന്ന എന്റെ അപ്പൂപ്പൻ എന്ന് പറഞ്ഞത് പഴയ സിനിമയിലൊക്കെ ഉള്ള കൺട്രോളായിരുന്നു. പിന്നെ ചെമ്മീനിലുണ്ടായിരുന്നു. മസാലയായിരുന്നു. എന്തുവാ? ഒരു ചെറിയ കമ്പ് കിട്ടും. അവന് തല്ലാനാണ്? അല്ലാന്നല്ല. പിന്നെ അതുകൊണ്ട് ആ കടൽ തീരത്ത് കടലമ്മ കള്ളിന്ന് എഴുതി വെക്കണം. ഇവനെ തെര വന്ന് എടുത്തോണ്ട് പോട്ടെ കൊണ്ടുപോട്ടവനെ. അല്ല ഞാൻ അതില്ലാത്ത എന്തൊക്കെ പറയണം. അല്ല ഇത് ചെമ്മീനകത്ത് എന്തായിരുന്നു? ചെമ്മീൻ സിനിമയിൽ എന്റെ അപ്പൂപ്പൻ വർക്ക് ചെയ്തില്ലായിരുന്ന ആണല്ലേ? ഭയങ്കരമായ ഒരു സത്യം അതിനകത്ത് സംഭവിച്ചായിരുന്നു. ചെമ്മീൻ സിനിമ ഇടയ്ക്ക് വെച്ച് നിന്ന് സത്യം ഭയങ്കര പ്രശ്നമില്ലേ. അപ്പൊ ഇങ്ങനെ മധുസാറൊക്കെ ഇങ്ങനെ വിഷമിച്ച് ഇനിയിപ്പോ എന്റെ ഇവിടെ അപ്പൊ അത്ര പ്രതിസന്ധിയിലും ഈ മോഡുലേഷൻ പിടിച്ചോണ്ടിരുന്നു. പിന്നെ അങ്ങനെ നിൽക്കില്ലായിരുന്നു. അപ്പൊ സത്യമാഷി ഇങ്ങനെ മാറി നിന്നിട്ട് അയ്യോ എല്ലാം പൊളിക്കല്ലോ എന്ന് സത്യമാഷി. ശീലാമ അപ്പുറത്തോട്ട് മാറി നിന്നിട്ട് അയ്യോ ഇനി ഞാൻ എന്ത് ചെയ്യും? ശീലാമ കൊട്ടാരക്കര കിടന്ന് ഓടുന്നു. ബസ്സല്ലെന്ന് കൊട്ടാരക്കര ശ്രീധരൻ നായർ എന്തൊരു ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഞാൻ കിടന്ന് ഓടുന്നു. മൊത്തത്തിൽ വിഷയമായില്ലേ? രാമമംഗള് പകുതിയായപ്പോ സിനിമ കളഞ്ഞിട്ട് പോയി. വിഷയമായില്ലേ? അപ്പൊ ഇടപെട്ട് അപ്പൂവൻ പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല, നമുക്ക് നേരെ അങ്ങ് പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാത്തിനോട് വിളിച്ച് നേരെ രാമമംഗളുടെ വീട്ടിൽ ചെന്നു. ചെന്നപ്പോ എന്താ രാമമംഗൾ കാലുമേ കാലും കയറ്റി ഇങ്ങനെ ഇരിക്കുക. അപ്പം അപ്പൂവൻ പറഞ്ഞു, രാമു നീ കാണിക്കുന്ന മോശമാണ്. കാരണം ഇത്രയും പേര് കഷ്ടപ്പെട്ട് നിന്നൊരാണ് മെനക്കേട് ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പൊ രാമു നീ ആലോചിച്ച് നോക്കും. ഇന്ന് നീ തമാശ കളിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ രാമമംഗൾ പറഞ്ഞു, ഡേയ് പറഞ്ഞ കൊള്ള തന്നെ, ഇത്ര നാളും ഞാൻ തമാശയായിരുന്നു, ഇനി കാര്യമായിട്ടാണ്. അങ്ങനെയാണ് രാമു കാര്യമായിട്ടായി. എനിക്ക് അറിയാനായിട്ട് ചോദിക്കുവാണ്. ഈ കർക്കിടക മാസത്തിൽ എനിക്ക് എവിടുന്ന് കിട്ടിയടാ? എന്തോന്ന്? കഞ്ചാവ്. ഇതിന് വെച്ച് കോച്ചാനൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത്. നീ സിനിമ കണ്ടിട്ടുണ്ടോ? സിനിമ എന്തുവാന്ന് അറിയാമോ? ഈ സിനിമ എന്താണെന്ന് അറിഞ്ഞിരുന്നു നീ വർത്താനം പറയത്തില്ല. ഇവിടെ മലയാള സിനിമയിൽ തന്നെ എന്തൊക്കെ എത്ര കഥാപാത്രങ്ങളുണ്ട്. മംഗലശ്ശേരി നീലകണ്ഠൻ, മന്നാടിയാര്, പൊന്തൻ മാട, എന്തൊക്കെ. അതുപോലെ തന്നെ പൂവള്ളി, ഇന്ദുചൂടൻ, എന്ത് നല്ല കഥാപാത്രമാണത്. ഇന്ദുചൂടന്റെ കാര്യം പറയല് അതെനിക്ക് ഇഷ്ടമല്ല. ഇന്ദുചൂടന്റെ കാര്യം പറഞ്ഞ എന്താ കുഴപ്പം? ഇന്ദുചൂടന്റെ കാര്യം പുള്ളി ശരിയല്ല. പുള്ളി എനിക്ക് ഇഷ്ടമല്ല. നിനക്ക് നിന്റെ വായിച്ചിട്ടുണ്ടോ പുള്ളി? അല്ല ശരി, എനിക്ക് ഇഷ്ടമല്ല. പുള്ളിയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അവൻ നിന്ന് ചൂടാകും. പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന്റെ ചെലവ് ജീവിക്കുന്ന ഒരു പുള്ളിയാണ്. മനസ്സിലായില്ലേ? ഈ ഇന്ദുചൂടൻ എന്ന് പറയുന്നത് അത്ര പുള്ളി ജോലിക്കുമെല്ലാം പോകുന്നുണ്ടോ? നല്ല രീതിയിലല്ലേ MK മേനോൻ നോക്കിയത്. ആ സമയത്തല്ലേ ഈ പുള്ളി മറ്റേ കേസും കാര്യങ്ങളായിട്ട് പോയി ജയിലിൽ പോയി കിടന്നത്. 6 മാസത്തെ ഇടവേള കഴിഞ്ഞ് വന്ന് ഉള്ള നമ്മൾ സമ്മതിക്കുന്നു. പക്ഷേ ഈ പാവപ്പെട്ട മനുഷ്യനെ പോലീസ് ജീപ്പിൽ പിടിച്ചുകൊണ്ട് പോയപ്പോഴത്തേക്ക് ഓപ്പൺ ജീപ്പിൽ വന്നിട്ട് പറഞ്ഞു എന്റെ അച്ഛൻ വലിയ ആളാണ് എന്ന് പറഞ്ഞിട്ട് ഈ ജീപ്പിൽ നിന്ന് ഇറക്കി ഓപ്പൺ ജീപ്പിൽ കൊണ്ടുപോയി. നാട്ടുകാർ മൊത്തം കണ്ടില്ലേ അച്ഛനെ നാണം കെടുത്തിയ ഈ ഇന്ദുചൂടായി. അതാണ് പറഞ്ഞ പുള്ളി ശരിയല്ല. കാര്യം അതെ. എന്റെ പപ്പയാണ് ഞാൻ കൊണ്ടുപോകത്തില്ല. നിന്റെ പപ്പ ജസ്റ്റിസ് ആയിരുന്നു? ജസ്റ്റിസ് അല്ല, ജസ്റ്റ് മിസ്സിന് പോയതായിരുന്നു. ജസ്റ്റിസിന്റെ പരീക്ഷ അല്ല 210 മാർക്ക് വേണമായിരുന്നു, 200 ഇല്ലായിരുന്നു. 10 ഉള്ളായിരുന്നു. ജസ്റ്റിസിന്റെ പരീക്ഷ. ജസ്റ്റിസിന്റെ പരീക്ഷയ്ക്കല്ല, പിന്നെ SSLCയുടെ പരീക്ഷയ്ക്ക്. ഞാൻ പോട്ടൂരി അടിക്കും. ഇവന് മാർക്ക് കൊടുക്കുന്ന എന്റെ സുഹൃത്തുക്കളെ നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്? മഹത്തായ കഥാപാത്രങ്ങളാണ് മംഗലശ്ശേരി നീലകണ്ഠനും ഈ പറയുന്ന പൂവള്ളി ഇന്ദുചൂടൻ. മംഗലശ്ശേരി നീലകണ്ഠന്റെ കാര്യം പറയല്ലേ? മംഗലശ്ശേരി നീലകണ്ഠൻ എത്ര കുഴപ്പം? ആ പുള്ളി അങ്ങനെ തന്നെ ജോലിക്കും പോവാതെ കുറെ കൂട്ടുകാരൻ വിളിച്ചിരുത്തി വെള്ളം അടിയും കാര്യങ്ങളായിട്ട് എത്ര പേരാടം വിറ്റ്. പിന്നെ അതൊക്കെ നല്ല നല്ല സംഭവം എന്നാണ് നിങ്ങൾ ഈ പറയണത്. ആ പുള്ളിക്ക് കഴിവുണ്ടായിരുന്നോ? നിനക്കൊരു കഴിവുണ്ടായിരുന്നോ? പുള്ളിക്ക് കഴിവുണ്ടായിരുന്നു. അത് മഹത്തായ സിനിമകൾ. നിന്റെ സിനിമയിൽ എന്തോ തേങ്ങ ഉണ്ടായിരുന്നത്? എന്റെ സിനിമ എന്ന് പറഞ്ഞാൽ സൂപ്പർ കഥയാണ്. എന്തോ കഥ? ചതി. ചതിയാ? ചതി എന്നാണ് എന്റെ സിനിമയുടെ ടൈറ്റിൽ തന്നെ. ചതി എന്നാണ്. ഒരു കാക്കക്കൂട്, അതിൽ നിന്നാണ് തുടങ്ങുന്ന. ക്യാമറ ഫസ്റ്റ് വരുന്നത് ഒരു മൊട്ടക്കുന്ന്, അവിടെ ഒരു മരം, ആ മരത്തിന്റെ മുകളിൽ ഒരു കാക്കക്കൂട്. പാവപ്പെട്ട ഒരു കാക്കമ്മയും ഒരു കാക്കച്ചനും. കാക്കച്ചൻ ജോലിക്കൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് കാക്കമ്മയുടെ അടുത്ത് പറഞ്ഞു ഒരു 3 മുട്ട എനിക്ക് ഇട്ട് തരുമോ എന്ന് ചോദിച്ചു. കാക്കമ്മ പറഞ്ഞു പിന്നെന്താ സെറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് 3 മുട്ട മാന്യമായിട്ട് ഇട്ട് കൊടുത്ത്. ആ സമയത്താണ് ഒരു കള്ള കുയിൽ വരുന്നത്. കുയിലിന്റെ സ്വഭാവം അറിയാല്ല. പറന്നു വന്ന് നേരെ അതിന്റെ മോളി വന്നിരുന്നിട്ട് ഈ കാക്കമ്മയുടെ മുട്ട തട്ടി തെറിപ്പിച്ചു. എന്നിട്ട് കുയിലിന്റെ മുട്ട അവിടെ ഇട്ടു വെച്ചു. ചതി, വൻ ചതി. സഹിക്കാൻ പറ്റുമോ? പക്ഷേ ആ കാക്കമ്മ അതിനെ വളർത്തി നെഞ്ചിലെ ചൂട് കൊടുത്തും ചിറകിന്റെ ഇടയിൽ നിർത്തിയും അങ്ങ് വലുതാക്കി. വലുതായപ്പോ ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞ വലുതായി. ഈ കാക്കമ്മയും കാക്കച്ചനും ഒന്നും അറിയുന്നില്ല. ഈ കുയിലുകൾ വലുതായ സമയത്ത് കാക്കമ്മയെ നോക്കി ഒരു
അന്നേരം തള്ളേരെ മുഖത്ത് നോക്കി കൂവിയിട്ട് പോണത് സഹിക്കാൻ പറ്റുന്ന കാര്യമാണ്. ചതി ചതി. ഞാനിത് എന്നോ മറുപടിയാണ് പറഞ്ഞത്. എടാ കാക്കക്കൂട്ടി വരുന്നു കുയില് മുട്ടയിടുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനാ നീ ഈ കഥ കേട്ടത് സിനിമ എടുത്തോണ്ടാക്കേണ്ട കാര്യം എന്തുവാടാ? ഇതിനകത്ത് എന്തോ മൂല്യ ചോദ്യം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ ആ സിനിമയുടെ തുടക്കം സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള എന്താണ് ഇതിനകത്തുള്ളത്? നിങ്ങൾക്ക് സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ല. കഥയിലോട്ട് നിങ്ങൾ വന്നില്ല. അതാണ് നിങ്ങളെ മെയിൻ സംഭവം. നിങ്ങൾ രണ്ടുപേരും വന്നിട്ടില്ല കഥയിലേക്ക്. അത് ഞാൻ ഉദാഹരണത്തിന് ഞാൻ പറയാം ചേട്ടാ. ഞാൻ ഒരു നിങ്ങളെ വീട്ടില് നിങ്ങൾ പോലും അറിയാതെ അപ്പുറത്തൊരാളെ കുഞ്ഞ് നിങ്ങളെ വീട്ടിൽ ജനിക്കുകയാണ്. നിങ്ങൾ അറിയുന്നേ ഇല്ല. നിങ്ങൾ ആഹാരമൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു, എല്ലാം സെറ്റ് ചെയ്യുന്നു. നാളൊരു സമയത്ത് അത് വലുതായിട്ട് പറയാണ് നിങ്ങൾ അതിന്റെ അച്ഛനല്ലെന്ന് പറയാൻ സഹിക്കാൻ പറ്റുമോ? ആലോചിക്കും. അവന്റെ കഥ നിനക്ക് ഇഷ്ടപ്പെട്ട ചുമ്മാ പറഞ്ഞ എല്ലാ കഥ കൊടുത്തിട്ട് അവനൊരു സിനിമ ഉണ്ടാക്കി വെച്ചേക്കും. എന്റെ കുടുംബത്തിൽ നടന്നു. കുടുംബത്തിൽ മാറ്റി പിടിക്കണേ സിനിമ മാറ്റി പിടിക്കാൻ അറിയിക്കാന്ന് വെച്ചോട്ട് ഈ സിനിമയുടെ എന്തോ നടത്തുന്നത് വിമർശനം വിമർശിച്ച് നടന്നപ്പോ നീ ഓർക്കണായിരുന്നടാ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു പണി കിട്ടും. മനസ്സിലായ? നിനക്കുള്ള പണി വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു. സാറ് കാര്യം ചെയ്യും സാറേ. സാർ എങ്ങനെയാലും ഇവന് ഈ വർഷത്തെ അവാർഡും കൊടുത്തു വിടും. ഇവനാ അല്ലെങ്കിൽ സാറിന് എന്റെ കുടുംബക്കഥ വെച്ച് അടുത്ത പടം ഉണ്ടാക്കും കൊടുത്തു വിടും. ഇവിടെ ഇവനെങ്ങനെ അവാർഡ് കൊടുക്കാൻ പറ്റത്തില്ല? അവാർഡ് കൊടുക്കാനായിട്ട് നമ്മള് വേറൊരു പടത്തിന് ഇപ്പൊ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവൻ അവാർഡ് കൊടുക്കാൻ പറ്റത്തില്ല. എന്തായാലും പറഞ്ഞു കൊടുക്കും. സാറേ എനിക്ക് അവാർഡ് തന്നെ സാറേ. ഞാൻ കഷ്ടപ്പെട്ട് ഗോവയിൽ എടാ ഞാൻ പറയട്ടെ, ഈ വർഷത്തെ അവാർഡ് എന്തായാലും നിനക്ക് തരാനായിട്ട് പറ്റത്തില്ല. നീ എന്തായാലും വന്ന സ്ഥിതിക്ക് ഗോവൻ ഫെനി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതിന്റെ കുറഞ്ഞൊരു പൈന്റ് എടുത്ത് തരാം. അതടിച്ചിട്ട് മര്യാദക്ക് നീ വീട്ടിലോട്ട് പോകും. കുയിലമൊക്കെ നല്ലത് അതാണ്. വണ്ടിക്കൂലി മുടക്കി ഞാൻ വന്ന എനിക്ക് ഒരു പൈന്റ് ഗോവൻ ഫെനി അല്ലേ? എനിക്ക് വേണ്ട നിന്റെ ഫെനി. ഞാൻ ജൂറിയാണ്, എന്നെ ഇടിക്കരുതെന്നിരി.